നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സിലെ ചില പ്രതിഷ്ഠ നേടിയ ചില വാഹന ബ്രാൻഡുകളുണ്ട്. പ്രധാനമായിട്ടും പറയുന്നത് മാരുതി 800, അതുപോലെ തന്നെ ടൊയോട്ട ഇന്നോവ. ആ ഗണത്തിൽപ്പെടുന്ന വാഹനമാണ് മഹീന്ദ്ര സ്കോർപിയോ. വർഷങ്ങളോളം, അതായത് 20 വർഷത്തിലധികമായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരു മോഡലാണിത്. പക്ഷേ വലിയൊരു ഫേസ് ലിഫ്റ്റ് സ്കോർപിയോയ്ക്ക് സംഭവിച്ച 2022 സ്കോർപിയോ എൻ എന്നുള്ള പേരിലാണ് ആ ഫേസ് ലിഫ്റ്റ് വന്നത്. എനിക്ക് സത്യത്തിൽ മഹീന്ദ്രയുടെ വാഹനങ്ങളിൽ ഏറ്റവും കാണാൻ ഇഷ്ടമുള്ള ഒരു മോഡൽ സ്കോർപിയോ എൻ ആണ്. നല്ല ഗംഭീരമായ രൂപഭംഗിയാണ്. പഴയ സ്കോർപിയോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുമായിട്ട് യാതൊരു കമ്പാരിസണും ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. രൂപത്തിൻ്റെ കാര്യത്തിലായാലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലായാലും. എന്ന് തന്നെയല്ല, വാഹനം പഴയതിനേക്കാളും അങ്ങ് വളരുകയും ചെയ്തു. ഏതാണ്ട് 206 മില്ലിമീറ്ററോളം നീളം വർദ്ധിക്കുകയും 70 മില്ലിമീറ്ററോളം വീൽ ബേസ് വർദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഏറ്റവും പുതിയ സ്കോർപിയോ എൻ വന്നത്. എന്തായാലും പഴയ സ്കോർപിയോയേക്കാളും കൂടുതൽ വിൽപ്പനയും നേടാൻ ഈ ഒരു വാഹനത്തിന് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 4 വർഷം കൊണ്ട് 3.5 ലക്ഷത്തിലധികം യൂണിറ്റുകളാണ് സ്കോർപിയോ എൻ്റേതായിട്ട് വിറ്റഴിഞ്ഞത്. എല്ലാ മാസവും പ്രതിമാസം ഒരു 14,000 യൂണിറ്റൊക്കെ വിൽക്കുന്ന രീതിയിലാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സ്കോർപിയോനിൽ ഇപ്പോൾ ഒരു വലിയ ചേഞ്ച് സംഭവിച്ചിരിക്കുകയാണ്. വലിയ ചേഞ്ച് എക്സ്റ്റീരിയറിലല്ല പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത്, അത് ഇൻറ്റീരിയറിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, പൂമ്പാറ്റകൾക്ക് പോലും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് സ്കോർപിയോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും വന്ന ചേഞ്ച് കൂടാതെ പിന്നെ ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത് എന്ത് കാര്യത്തിലായിരിക്കും? അത് വിലയുടെ കാര്യത്തിലാണ്. 20,000 തൊട്ട് 83,000 രൂപ വരെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഓരോരോ വേരിയൻ്റായിട്ട് നോക്കുമ്പോൾ എൻട്രി ലെവൽ മോഡലിനാണ് 20,000 രൂപ വില വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ അതിനുള്ള മുതലുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉൾഭാഗത്ത് കയറുമ്പോൾ മനസ്സിലാവും. എക്സ്റ്റീരിയറിൽ കാര്യമായി ചെയ്യുന്നത് സംഭവിച്ചിട്ടില്ല. ആ ഭയങ്കര ചങ്കി ആ ഒരു ലുക്കുണ്ടല്ലോ, അതങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. ഇതിൻ്റെ മുൻഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലും. മുൻഭാഗത്ത് LED ലൈറ്റുകളാണ് മൊത്തത്തിൽ എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. അത് ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിലായാലും അത് LED ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഡേറ്റ റണ്ണിങ് ലാമ്പ് എന്ന് പറയുന്നത് വെറുതെ അല്ല ആ ഡിസൈൻ. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേര് സ്കോർപിയോ എന്നല്ല, സ്കോർപിയോയുടെ കാലുകളെ ഓർപ്പിക്കുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ കനത്ത ഈ ഒരു ബമ്പറും, ബ്ലാക്ക് ഫിനിഷുള്ള ബമ്പർ, അതോടൊപ്പം തന്നെ ഈ ഗ്രില്ലിൻ്റെ ഭാഗം അവിടെ സ്റ്റീൽ ഫിനിഷ്. പിന്നെ ഏറ്റവും ഗംഭീരമായ കാര്യം ഇതിൻ്റെ ബോണറ്റിലെ ആ ഒരു ലൈനുകളുമാണ്. ബോണറ്റിലെ പവർഫുൾ ലൈനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓടി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലുക്കാണ്. ശരിക്കും പറഞ്ഞാൽ ടൊയോട്ട ഇന്നോവയുടെയൊക്കെ ആ ഒരു വലിപ്പം തോന്നുന്ന രീതിയിലാണ് ഇതങ്ങനെ ഓടി വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുൻഭാഗം എല്ലാ കാലത്തെയും പോലെ തന്നെ മനോഹരം നല്ല ഇടപെടുക, നല്ല പ്രൗഢഗംഭീരവും ഗൗരവമുള്ളതാണെങ്കിൽ ചെറിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴുള്ള ഈ അലോയ് വീലിൻ്റെ ഡിസൈനാണ്. അലോയ് വീലിൻ്റെ ഡിസൈൻ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട്. ഒരു സ്റ്റീൽ ഫിനിഷും അതോടൊപ്പം തന്നെ ഒരു ആഷ് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു വൈറ്റ് നിറത്തിന് തീർച്ചയായിട്ടും കൂടുതൽ ചേരുന്നുമുണ്ട്. അത് ഗംഭീരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലാഡിങ് പോലുള്ള കാര്യങ്ങളെല്ലാം നിലനിർത്തിയിട്ടുമുണ്ട്. അതങ്ങനെ പിൻഭാഗത്തേക്ക് നീളുന്നു. 187 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതവിടെ നിലനിർത്തിയിട്ടുണ്ട്. അത് എത്ര ഗംഭീരമായ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്ന് നമുക്ക് സൈഡ് പ്രൊഫൈലിൽ തന്നെ വ്യക്തമാവുകയും ചെയ്യും. എന്നാൽ ആ ക്ലാഡിങ്ങിൻ്റെ താഴെയായിട്ട് ചെറിയൊരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത്, അലൂമിനിയം ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡോർ ഹാൻഡിലുമുണ്ട് ഒരു സ്റ്റീൽ ഫിനിഷ്. മേൽഭാഗത്ത് വീണ്ടും ഒരു അലൂമിനിയം ഫിനിഷുള്ള റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നു. സൈഡ് പ്രൊഫൈലൊക്കെ എന്താ അതിൻ്റെ ഒരു ഗൗരവമുള്ള രൂപം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഡിസൈനാണെന്ന് പറയാതിരിക്കാനാവില്ല. പഴയ സ്കോർപിയോ എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഈ ഒരു സൈഡ് പ്രൊഫൈൽ ഇത്രയൊന്നും തോന്നുമായിരുന്നില്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വാഹനം കാണുന്ന ഫീലാണ് തരുന്നത്. ഈ ഭാഗത്തുമുണ്ട് നമ്മൾ നേരത്തെ കണ്ട സ്കോർപിയോയുടെ കാല്, അതങ്ങനെ ആ ഒരു ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത്. ശരിയാണത്. അതുപോലെ തന്നെ ഇതൊരു 3 നിര സീറ്റുള്ള വാഹനമായതുകൊണ്ട് വിശാലമായ കോർണർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ അതിഗംഭീരമാണ് എന്നാണ് പറയേണ്ടത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യകാലത്ത് കണ്ട സ്കോർപിയോയിൽ വന്നിരുന്നത് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ടെയിൽ ലാമ്പ്, അത് അതേപടി ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് കുറച്ചുകൂടി ഒരു വോൾവോയിഷ് എന്ന് വേണമെങ്കിൽ പറയാം. വോൾവോയുടെ വാഹനങ്ങളുമായിട്ട് കുറച്ചുകൂടി ഒരടുപ്പം ഈ ഒരു ടെയിൽ ലാമ്പ് കാണുമ്പോൾ ഇതും ഫുൾ LED ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, അതുപോലെ ഷാർഫിൻ ആൻറ്റിന, ഒരു ടോപ്പ് മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, ഡീഫോഗർ, അതുപോലെ തന്നെ പിന്നിൽ വൈപ്പർ. ഇതെല്ലാം ടോപ്പിൻ്റെ മോഡലായതുകൊണ്ടാണ് കേട്ടോ അതെല്ലാം കൊടുത്തിരിക്കുന്നു. സ്കോർപിയോ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ നല്ല രസമുള്ള സംഭവങ്ങളാണ്. പിന്നെ ഉള്ളത് ഉൾഭാഗത്തേക്ക് വരുമ്പോൾ ഇത് 3 നിര സീറ്റും തുറന്നു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ചെറിയ ബാഗൊക്കെ വെക്കാനോ സോഫ്റ്റ് ബാഗുകളൊക്കെ വെക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ ഫോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമില്ല. ഇഷ്ടംപോലെ ലഗേജ് സ്പേസ് വേണമെങ്കിൽ അങ്ങനെ കണ്ടെത്താം. എന്തായാലും ഈ 3 നിര സീറ്റുള്ള വാഹനങ്ങളുടെ പൊതു പ്രശ്നമായിട്ടുള്ള ലഗേജിൻ്റെ സ്ഥലമില്ലായ്മ എന്ന് പറയുന്ന സാധനം ഈ വാഹനത്തിനുമുണ്ട് എന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ തന്നെയല്ല, ഇങ്ങനെ ഡോർ തുറക്കുന്നത് ഇപ്പം വളരെ കുറവാണല്ലോ, എല്ലാം മേലോട്ടാണല്ലോ. അതൊരു വെറൈറ്റി അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. അപ്പോൾ താഴെയായിട്ട് വലിയ ബമ്പറല്ല, പക്ഷേ അതിലും സ്റ്റീൽ ഫിനിഷും അലൂമിനിയം ഫിനിഷും ഒക്കെ കൊടുത്തിട്ട് അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് ഏറ്റവും പുതിയ ട്വിൻ പീക്ക് ലോഗോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വൈറ്റ് വാഹനത്തിന് ആയതുകൊണ്ട് തന്നെ വലിപ്പം കൂടുതൽ തോന്നിക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈലൊക്കെ ഏറ്റവും കൂടുതൽ വലിപ്പം തോന്നിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ഭംഗിയും ഗൗരവമുള്ള ഡിസൈൻ അതേപടി നിലനിർത്തിയിട്ടും ആണ് ഏറ്റവും പുതിയ സ്കോർപിയോ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇതൊന്നുമല്ല.
ഇൻറ്റീരിയറിലാണ്. ഇപ്പോൾ ഇൻറ്റീരിയറിൽ മഹീന്ദ്രയുടെ വാഹനങ്ങളുടെ എല്ലാം ഇൻറ്റീരിയർ ഒരു രക്ഷയില്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ഒരു ഫ്രീഡം എഡിഷനിലെല്ലാം കണ്ടു കഴിഞ്ഞു. അത്തരം മാറ്റങ്ങൾ ഇതിലും സംഭവിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 വർഷം മുമ്പ് നമ്മൾ ആദ്യമായിട്ട് സ്കോർപിയോ എന്നെ ഓടിച്ചപ്പോൾ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകണം തീർച്ചയായിട്ടും ഈ ഇൻറ്റീരിയർ നിറങ്ങൾ അതിഗംഭീരമാണെന്നുള്ള കാര്യം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടാൻ ബ്രൗണാണ്. അതോടൊപ്പം തന്നെ ബ്ലാക്ക് ഫിനിഷും കൂടെ കൊടുത്തിട്ട് ഭയങ്കര എലഗൻറ്റും അതിഗംഭീരമായ ഇൻറ്റീരിയറാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അത് വീണ്ടും ഞാൻ പറയുകയാണ്. അത് പറയാൻ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഫേസ് ലിഫ്റ്റിലും ഈ ഒരു കളറിനൊന്നും യാതൊരു മാറ്റവുമില്ല. അത് രണ്ടും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇൻറ്റീരിയർ കളേഴ്സ് ഒട്ടും ചേഞ്ച് ചെയ്തിട്ടില്ല. വളരെ രസമായിട്ടുണ്ട്. മുൻ സീറ്റിന് ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ഡ്രൈവർ സീറ്റിന് മാത്രമാണ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്. പക്ഷേ ഈ സീറ്റിന് അത് കൊടുത്തിട്ടില്ല, മാനുവലാണ്. അതോടൊപ്പം തന്നെ ഇതിനൊരു ലംബ സപ്പോർട്ട് കൂടി ഉണ്ട്. അത് പക്ഷേ മാനുവലി നമ്മൾ ചെയ്യണം. അതും ഈ ഒരു സീറ്റിലുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഈ ഒരു വലിയ സ്ക്രീൻ വന്നു എന്നുള്ളതാണ്. പഴയ മോഡലിലെ 9 ഇഞ്ച് സ്ക്രീൻ മാറിയിട്ട് 12 ഇഞ്ചിൻ്റെ ഒരു ഗംഭീര സ്ക്രീൻ വന്നു. എന്ന് മാത്രമല്ല, നേരത്തെ അത് ഈ ഒരു കൺസോളിലാണ് ഇരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് അല്പം ഉയർന്ന ഒരു ഫ്രീ സ്റ്റാൻഡിങ് സ്ക്രീനായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ നല്ല റെസൊല്യൂഷനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ പിന്നീട് വരാം. എന്തായാലും അതിൻ്റെ താഴെയായിട്ട് വെർട്ടിക്കലായിട്ട് നിന്നിരുന്ന ആ ഒരു AC വെൻറ്റുകളൊക്കെ ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ടുണ്ട്. അത് ഈ താഴത്തത് അത് അങ്ങനെയാക്കി മാറ്റി. പക്ഷേ അവിടെ ഇപ്പോഴും കൊടുത്തിരിക്കുന്നത് വെർട്ടിക്കലായിട്ട് തന്നെയാണ്. ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ നല്ല ഫിനിഷാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഈ ഒരു പഫ്ഡ് അലൂമിനിയം ഫിനിഷുള്ള ഈ ഒരു ഭാഗം ബ്ലാക്ക് ഫിനിഷ്, അതോടൊപ്പം തന്നെ ഇവിടെ സ്റ്റീൽ ഫിനിഷ്, അങ്ങനെ ഈ കൺസോളൊക്കെ അതിഗംഭീരം. അതിൽ ഈ ലെതറിൻ്റെ ഈ ഒരു റാപ്ഡ് ആണെന്ന് പറയാം, അതും നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിച്ചിങ് നല്ല ഭംഗിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ താഴെ കാണുന്ന ഫിസിക്കൽ സ്വിച്ചുകളിലും കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ ടോഗിൾ സ്വിച്ച് പോലുള്ള സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവ് മോഡുകളൊക്കെ സിബ്സാബ്സും എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. പിന്നെ താഴെയായിട്ട് വരുമ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് 65 വാട്ടിൻ്റെ ഒരു ഗംഭീര ഫാസ്റ്റ് ചാർജർ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഴയ ചാർജർ അതേപടി കൊടുത്തിട്ടുമുണ്ട്. വയർലെസ് ചാർജിങ് പാഡാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ചില്ലറ പൈസയൊക്കെ ഇടാവുന്ന ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം മാനുവൽ മോഡലിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡാണ്. അതുകൊണ്ട് തന്നെ മാനുവൽ ഗിയർ ബോക്സ് വിത്ത് ലെതർ റാപ്ഡ് ഗിയർ ലിവർ അതവിടെ കാണാം. 2 കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കീയിൽ മാറ്റമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കോർപിയോന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇവിടെ നല്ലൊരു ആംറെസ്റ്റും അതിൻ്റെ താഴെ എവിടെ നോക്കിയിട്ടോ വരുന്നത് ഇവിടെ ഓക്കെ ചെറിയ ഒരു എന്താ പറയുക ഒരു ചെറിയ സാധനങ്ങൾ വേണമെങ്കിൽ ചെറിയ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാൻ വലുപ്പമുള്ളൊരു സ്റ്റോറേജ് ഏരിയ അവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? അതാണ് സ്കോർപിയോ ഓണേഴ്സ് പെട്ടെന്ന് കണ്ടെത്തേണ്ട മാറ്റം. പനോരമിക് സൺറൂഫാണ് വന്നിരിക്കുന്നത്. തകർപ്പൻ അങ്ങേ അറ്റം വരെ, തേർഡ് റോ സീറ്റുകാരൻ്റെ തലയുടെ അറ്റം വരെ വന്ന് നിൽക്കുന്ന അത്രയും ഗംഭീരമായ ഒരു സൺറൂഫ്. അത് ഓപ്പണബിളുമാണ്, മൂൺ റൂഫ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഇഷ്ടം പോലെ വിശാലമായ സൺറൂഫ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വെള്ളം വീഴുന്നത്, വിശാലമായ സൺറൂഫ്. എൻ്റെ അമ്മ ഈ മഴക്കാലത്ത് എന്ത് ചെയ്യാനാണ്. ഓക്കെ, അങ്ങനെ വിശാലമായ സൺറൂഫ് അത് വന്നിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് സ്ക്രീനിലേക്കാണ് വരേണ്ടത്. സ്ക്രീനിൽ പ്രധാനമായിട്ടും കാണുന്നത് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളൊക്കെ വയർലെസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം. ഇതിൽ നമുക്ക് എൻജിൻ പെർഫോമൻസ്, സ്പീഡോ ആൻഡ് ടാക്കോ, കോമ്പസ് ആൻഡ് അൾട്ടിമീറ്റർ, റോൾ ആൻഡ് പിച്ച്, ടയർ ഡയറക്ഷൻ, കോമ്പസ് ആൻഡ് അൾട്ടിമീറ്റർ അത് വീണ്ടും വന്നില്ല. ഓക്കെ, അതുകൊണ്ട് പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ. പിന്നെ അവസാനം ട്രോഫി നിങ്ങൾക്ക് കിട്ടും. എത്ര നന്നായിട്ടൊക്കെ ഓടിച്ചൊരു ട്രോഫിയും തരും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ സ്റ്റാർട്ട് റീസെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗംഭീര സാധനമാണ്. അപ്പോൾ ഓൺ റോഡിലും ഓഫ് റോഡിലും ലാപ്പ് ഇൻഫോയും കസ്റ്റം അത്ര പല കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓഫ് റോഡ് ഓടിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും. അതിപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നാവിഗേഷൻ, മഹീന്ദ്രയുടെ നാവിഗേഷൻ വന്നിരിക്കുന്നു. പിന്നെ അതിപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഫൈനൽ സംഭവത്തിലേക്കൊന്നും വണ്ടി എത്തിയിട്ടില്ല. ഇന്നലെ വന്നുള്ളൂ, അതുകൊണ്ടാണ് അതൊക്കെ കാണാത്തത്. അപ്പോൾ അത്തരം കാര്യങ്ങളും തരക്കേടില്ലാത്ത ഒരു മ്യൂസിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ കണക്ടിവിറ്റി, അത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇനി റിവേഴ്സ് ക്യാമറയൊക്കെ എങ്ങനെ നോക്കാം. ഇഷ്ടംപോലെ 2D 3D ടോപ്പ് റിയർ വ്യൂ, മറ്റേ വ്യൂ, മറിച്ച വ്യൂ, എല്ലാ വ്യൂ ഉണ്ട്. അതായത് 2D 3D ഒക്കെ ഉള്ളൊരു 540 ഡിഗ്രി ആംഗിളിലുള്ള ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 360 പോലുമല്ല,
അതിൻ്റെ റെസൊല്യൂഷനാണെങ്കിലും കിഡിലോസ്കി എന്നാണ് പറയേണ്ടത്. അത്രയും മനോഹരമായ റെസൊല്യൂഷനും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പക്ക. അപ്പോൾ ഇതാണ് ഈ ഒരു പുതിയ മോഡലിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ സോണിയുടെ മ്യൂസിക് സിസ്റ്റം, അതിൻ്റെ സബ് വൂഫറിൻ്റെ ഒരു ബാഡ്ജിങ് അവിടെ കാണാം. അപ്പോൾ അതും നല്ല ഗംഭീരമായൊരു മ്യൂസിക് സിസ്റ്റമായിട്ട് പറയാം. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ സ്കോർപ്പിയോൻ്റെ പഴയ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിൽ ക്രൂയിസ് കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ ബാക്കി എന്താണ് വോളിയം കൺട്രോൾ അത്ര സ്വിച്ചുകളൊക്കെ കാണാം. പക്ഷേ ഇവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ കാത്തിരിക്കുന്നത്. പഴയ ആ സെമി ഡിജിറ്റൽ ആ ഒരു സ്ക്രീൻ മാറി അതിന് നടുവിലുള്ള ഒരു TFT സ്ക്രീനൊക്കെ പോയിട്ട് 10.25 ഇഞ്ചിൻ്റെ വലിയ ഡിജിറ്റൽ സ്ക്രീനാണ് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. കാരണം ഇത്രയും മോഡേൺ ആയിട്ടുള്ളൊരു വാഹനത്തിൽ പഴയ തരത്തിലുള്ള ആ സ്ക്രീനൊക്കെ മോശമായിരുന്നെങ്കിൽ ഇതിപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഫ്യൂൽ എക്കണോമി അതുപോലെ സൂം എന്ന് പറയുന്ന ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡ്രൈവ് മോഡ് ഏതാണ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഗംഭീരമായിട്ട് കൊടുത്തിരിക്കുന്നു. നല്ല റെസൊല്യൂഷനുള്ള നല്ല ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതായാലും പൊളിച്ചു. പിന്നെ സൈഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്, പിന്നെ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്ക്രീനും ഒക്കെ വന്നതോടുകൂടി ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള മഹീന്ദ്രയുടെ ഏതോ ഒരു വാഹനമാണെന്നുള്ള തോന്നൽ ജനിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഡോർ പാഡിൽ ഒരു വലിയ ബോട്ടിൽ വയ്ക്കാം, ചെറിയ സാധനങ്ങൾ വയ്ക്കാം. അതുപോലെ ആ ഡോർ ഹാൻഡിലൊക്കെ നല്ല മനോഹരമാണ്. അതോടൊപ്പം തന്നെ ടാൻ ബ്രൗൺ ഫിനിഷും പിയാനോ ബ്ലാക്ക് ഫിനിഷും അതെല്ലാം കൂടെ ചേർന്ന് തകർപ്പനായിട്ടുണ്ട് ആ ഒരു ഡോർ പാഡെല്ലാം തന്നെ. അതും ഒട്ടും മോശമല്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് മുൻഭാഗത്ത് പറയാനുള്ളത്. പിന്നീട് സ്കോർപ്പിയോൻ്റെ ബാഡ്ജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ തുടരുന്നുണ്ട്. സാമാന്യം വലിയ ഒരു ഗ്ലൗ ബോക്സും അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി സെക്കൻഡ് റോ സീറ്റിലിരിക്കാം. എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാം. അപ്പോൾ പിൻഭാഗത്ത് അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല. സീറ്റിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളൊന്നും. ഇവിടെയും ഒരു 65 വാട്ടിൻ്റെ ചാർജിങ് പോയിൻ്റ് വന്നിട്ടുണ്ട്. അതുപോലെ AC-യുടെ കൺട്രോളുകൾ, ഫാനിൻ്റെ കൺട്രോളുകൾ ഇവിടെയുണ്ട്. അതൊക്കെ കൊള്ളാം. സ്പേസ് എന്ന് പറയുന്നത് അമേസിങ് സ്പേസ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ സ്പേസാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം BMW X1-ൻ്റെ ഒരു ലോങ് വീൽ ബേസ് മോഡൽ ചെയ്തല്ലോ, അതിൻ്റെയൊക്കെ ഉള്ള അതുപോലത്തെ സ്പേസ് നമുക്ക് ഇവിടെയും തോന്നുന്നു. അതൊന്നും മോശമല്ല. നല്ലൊരു ആംബ്രസ്റ്റ്, 2 കപ്പ് ഹോൾഡേഴ്സ്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിൻഡോ ലൈൻ താഴെയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് നല്ല ഒരു സറൗണ്ട് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പനോരമിക് സൗണ്ട് റൂഫ് വന്നപ്പോൾ ഏറ്റവും ബാക്ക് വരെ അതിൻ്റെ ഗുണവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ തേർഡ് റോ സീറ്റ് ഇരുന്നൊന്നും കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും നമുക്ക് അതിലേക്കൊന്ന് കയറുന്ന വിധം ഒക്കെ ഒന്ന് നോക്കിയിട്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു 7 സീറ്റർ വാഹനമായതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് 3-ാം നിര സീറ്റുമുണ്ട്. വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഫോൾഡ് ചെയ്തത്. എന്നിട്ട് ഈ ഒരു സ്പേസ് ഉണ്ട്. തൈ സപ്പോർട്ട് മോശമല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കുട്ടികൾക്ക് പറ്റുന്ന ഒരു സീറ്റായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. ഇവിടെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ചാർജിങ് പോയിൻ്റ് പോലുള്ള കാര്യങ്ങൾ ഒരു ചെറിയ ചാർജിങ് പോയിൻ്റ് ആ ഒരു മൂലയിൽ കാണാം. പിന്നെ മൊബൈൽ വയ്ക്കാവുന്ന ചെറിയൊരു സ്ലോട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും തൈ സപ്പോർട്ട് വളരെ കുറവായിരിക്കും. ഉയർന്നു നിൽക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഇതെന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യും. എന്നാലും സീറ്റിൻ്റെ കംഫർട്ടിന് മറ്റു കാര്യങ്ങളൊന്നും കുഴപ്പമില്ലെങ്കിലും തൈ സപ്പോർട്ട് കുറവായതുകൊണ്ട് കൊച്ചു കുട്ടികൾക്കായിരിക്കും ഇരിക്കാൻ പറ്റുക. പക്ഷേ ഇത്രയും വിശാലമായ ഗ്ലാസ് ഏരിയ ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ഒട്ടും ക്രാംഡ് ഫീലില്ല. പിന്നെ ഇവിടം വരെ ഈ ഒരു തേർഡ് റോ സീറ്റിൻ്റെ മുകളിൽ വരെ വരുന്നുണ്ട് സൺറൂഫ് എന്നുള്ളതുകൊണ്ട് അതും കുറച്ചൊരു എയറി ഫീല് നൽകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ഒക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി വാഹനം ഓടിച്ചു നോക്കാം. പഴയ മഹീന്ദ്ര സ്കോർപ്പിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൻ്റെ സീറ്റിംഗ് ഹൈറ്റ് ആയിരുന്നു. അതായത് നമ്മൾ അതിലിരിക്കുമ്പോൾ ഒപ്പം ബസ്സിൻ്റെ സൈഡിലിരിക്കുന്നവരെ കാണുന്ന രീതിയിൽ ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടിയിട്ടേ ഉള്ളൂ സ്കോർപ്പിയോ N വന്നു കഴിഞ്ഞപ്പോൾ. അത്രയധികം സീറ്റ് ഹൈറ്റാണ്. ആ സീറ്റ് ഹൈറ്റും അതോടൊപ്പം തന്നെ വളരെ ലൈറ്റായിട്ടുള്ള കൺട്രോളുകളുമാണ് ഈ ഒരു വാഹനത്തെ ജനപ്രിയമാക്കിയത്. അപ്പോൾ ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടും അതോടൊപ്പം തന്നെ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ടും ബോഡി റോള് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ മുൻഭാഗത്തിരിക്കുമ്പോഴോ ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ പാസഞ്ചർ സീറ്റ് ഇരിക്കുന്ന ആൾക്ക് അതൊട്ടും അങ്ങനെ ഫീൽ ചെയ്യില്ലെങ്കിൽ പിൻഭാഗത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് പഴയ സ്കോർപ്പിയോയിലും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇതൊരു പുതിയ വാഹനമാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. PD ഒക്കെ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എങ്കിലും ഇപ്പം ഡ്രൈവർ സൈഡിലെ ഡോറൊക്കെ നമ്മൾ വലിച്ചടയ്ക്കണം. അത്രയും കുറച്ചുകൂടി ഒന്ന് മയത്തിലാകാമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പാനൽ ഗ്യാപ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു റീസണസ് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് ഒഴിച്ച് നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നിയില്ല. പിന്നെ ഈ പുതിയ മോഡൽ വന്നപ്പോഴും മെക്കാനിക്കലി യാതൊരു മാറ്റവുമില്ല. എഞ്ചിൻ്റെ കാര്യത്തിൽ പ്ലാറ്റ്ഫോമിലൊന്നും ഒരു മാറ്റമില്ലാത്തതുകൊണ്ട് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നതാണെന്ന് അറിഞ്ഞിട്ട് കുറച്ചുകൂടി റിഫൈൻഡ് ആയി എന്ന് തോന്നുന്നുണ്ട് ഈ ഡീസൽ എഞ്ചിൻ. മഹീന്ദ്ര ഡീസൽ എഞ്ചിൻ അങ്ങേയറ്റം റിഫൈൻഡ് ആണ് തീർച്ചയായിട്ടും.
ഇതിനൊക്കെ കൂടുതൽ റിഫൈൻമെൻറ്റ് തോന്നുന്നു. ഇനി എന്തെങ്കിലും ട്യൂണിങ്ങോ ഒക്കെ ഒന്ന് മാറ്റിയോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അതൊരു സുഖമാണ്. ഇപ്പോൾ നമ്മൾ 5th ഗിയറിൽ അങ്ങനെ പോകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു പെട്രോൾ വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ ഒരു EV ഓടിക്കുന്ന സൗണ്ടേ ഉള്ളൂ എന്നാണ് പറയേണ്ടത്. ഒന്നും കേൾക്കുന്നില്ല. NVH ലെവലുകളൊക്കെ ഗംഭീരമാണ്. ഇൻസുലേഷനൊക്കെ തകർപ്പനാണെന്നാണ് പറയേണ്ടത്. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സ്ക്രീൻ ഒട്ടും തന്നെ കാഴ്ച തടസ്സപ്പെടുത്തുന്നില്ല. ഒരു ഫ്രീ സ്റ്റാൻഡിങ് സ്ക്രീനാണ്. അല്പം ഉയർന്നാണ് നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഹൈറ്റുള്ള ഡാഷ്ബോർഡ് ആയതുകൊണ്ട് നമുക്കതങ്ങനെ ഫീൽ ചെയ്യുന്നതില്ല. സസ്പെൻഷൻ എന്തായാലും ഗംഭീരമാണ് സ്കോർപിയൻ്റെ കാര്യത്തിൽ. അത് നമ്മൾ ഇത്രയും കാലമായിട്ട് കണ്ടുവന്നിരുന്ന കാര്യത്തിൽ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കഴിഞ്ഞ വർഷമാണ് സ്കോർപിയനിൽ അതിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ ADAS ഫീച്ചേഴ്സൊക്കെ വന്നത്. അപ്പോൾ അതുകൂടെ വന്നപ്പോഴത്തേക്കും ഫുൾ ഫ്ലെഷ്ഡ് സാധനമായി. ഇപ്പോൾ ഈ സ്ക്രീനും എല്ലാം കൂടി ആയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ എന്താ പറയുക, മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ലാത്തൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയെത്തി. സൺറൂഫ് ആണെങ്കിലും അതും വളരെ പനോരമിക്കായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പം മഹീന്ദ്ര ഏറ്റവും പുതിയ വാഹനങ്ങളുമായിട്ടെല്ലാം കമ്പയർ ചെയ്യാവുന്ന രൂപത്തിലേക്ക് തരത്തിലേക്ക് സ്കോർപിയനെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സ്ക്രീനിൽ കാണിച്ചില്ല, അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സംഭവം. അതിലാണ് നമുക്ക് ആ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൽ നമ്മൾ കണ്ട ആ കാര്യമുണ്ടല്ലോ, അതിൽ എൻജിൻ പെർഫോമൻസ്, റോൾ ആൻഡ് പിച്ച്, കോമ്പസ്, ആൾട്ടിമീറ്റർ, G-ഫോഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ 540 ഡിഗ്രി ക്യാമറ വന്നിരിക്കുന്നതും വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനമായ താറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് സ്കോർപിയൻ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ നമുക്കിതിൽ കാണാം. അതുപോലെ തന്നെ എഞ്ചിനിലേക്ക് പോകുകയാണെങ്കിൽ 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും അതോടൊപ്പം തന്നെ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് കൊടുത്തിരിക്കുന്നത്. ആ 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ 203 bhp ആണ്. 380 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിലെ എഞ്ചിൻ 175 bhp ആണ്. 400 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. 3 ഡ്രൈവ് മോഡുകൾ നമ്മൾ കണ്ടു, സിപ്പ്, സാപ്പ്, സൂം. ഈ മൂന്നിലും നമ്മൾ മാറ്റുമ്പോൾ കാര്യമായ രീതിയിൽ വാഹനത്തിൻ്റെ പെർഫോമൻസിലൊക്കെ മാറ്റം വരുന്നത് നമുക്കറിയാം. ഇപ്പോൾ സൂമിലേക്ക് കിട്ടുമ്പോഴത്തേക്കും ആ ടോർക്ക് തിര തല്ലി വരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതിൻ്റെ തൊട്ട് താഴത്തെ സിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് നോർമലായിട്ടുള്ള ഡ്രൈവിംഗ് മോഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ 3 ഡ്രൈവ് മോഡുകളും എക്സ്ക്ലൂസീവായിട്ട് ഡീസൽ എഞ്ചിനിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ് മറ്റൊരു കാര്യം. 11.3 സെക്കൻഡ് കൊണ്ടാണ് 100 കിലോമീറ്റർ വേഗത എടുക്കുക ഡീസൽ എഞ്ചിൻ മോഡൽ. എന്തായാലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അതോടൊപ്പം തന്നെ 4 വീൽ ഡ്രൈവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പല വേരിയൻസിലുണ്ട്. ADAS ഫീച്ചേഴ്സ് ടോപ്പ് എൻഡ് വേരിയൻറ്റിലുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും വേണ്ടത് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങളുടെ ആഗ്രഹവും അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സ്കോർപിയോ എന്നിനെ മാറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ തുടർന്നും 24 വർഷത്തിന് ശേഷവും നമ്മുടെ ഒരു പ്രിയപ്പെട്ട വാഹനമായിട്ട് സ്കോർപിയോ തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രൈവ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറയാൻ പറ്റിയ കാര്യമുണ്ട്, 6 എയർ ബാഗും അതുപോലെ ഡിസൻറ്റ് കൺട്രോള്, അതുപോലെ ഹിൽ ഹോൾഡ്, ABS, EBD, അത്തരം കാര്യങ്ങളും അതോടൊപ്പം ഇപ്പോൾ 540 ഡിഗ്രി ക്യാമറയും എല്ലാം വന്നിട്ടുണ്ടല്ലോ. നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങൾക്കറിയാമല്ലോ, ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ഉണ്ടായിരുന്നല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ADAS ഫീച്ചേഴ്സും എല്ലാം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും സ്വാഗതാർഹമായ കാര്യങ്ങളൊക്കെയാണ് സ്കോർപിയോനിൽ സംഭവിച്ചിരിക്കുന്നത്. 13,69,000 തൊട്ട് 25.5 ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വില ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 20,000 രൂപ മുതൽ 83,500 രൂപ വരെയുള്ള വില വ്യത്യാസമാണ് സംഭവിച്ചിരിക്കുന്നത്. അഥവാ വില വർധനമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇൻറ്റീരിയർ കണ്ടപ്പോൾ അത് നമുക്ക് ന്യായീകരിക്കാവുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണുമല്ലോ. തീർച്ചയായിട്ടും ഇൻറ്റീരിയറിലെ സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ഇൻറ്റീരിയറിൻ്റെ മൊത്തത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ആ വില വർധനവിനെ സാധൂകരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാ കാലത്തും എൻ്റെ ഒരു പ്രിയപ്പെട്ട വാഹനമാണ് സ്കോർപിയോ. എനിക്ക് കാണുമ്പോൾ കൊള്ളാമല്ലോ എന്ന് എപ്പോഴും തോന്നുന്നൊരു വാഹനമാണ്. പ്രത്യേകിച്ച് വൈറ്റ് വാഹനമാകുമ്പോൾ അത് കുറേ കൂടി എവിഡൻ്റ് ആണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ സ്കോർപിയോ നിങ്ങളിപ്പം മഹീന്ദ്ര ഏറ്റവും പുതിയ വാഹനങ്ങളെ കാണുമ്പോൾ നിങ്ങൾ അത്ഭുതത്തോടു കൂടി അല്ലെങ്കിൽ കൊതിയോടുകൂടി നോക്കുന്നുണ്ടെങ്കിൽ ഈ വാഹനവും ഒട്ടും മോശമല്ല. ഈ വാഹനത്തിലേക്ക് എത്തുന്നതിലും തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ മഹീന്ദ്രയുടെ ഇപ്പം 9S അല്ലെങ്കിൽ അത്തരം EVകളിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഗംഭീര വാഹനമാണ് സ്കോർപിയോ എൻ. പഴയ സ്കോർപിയോ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യുമായിരുന്നില്ല, കാരണം അതിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റിയറിംഗ് കോളമൊക്കെ എന്നും പ്രശ്നമായിരുന്നു. ഒരു നല്ല വളവും നല്ല സ്പീഡ് വീശിയാൽ വാഹനം മറിയുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള സ്റ്റെബിലിറ്റി പ്രോബ്ലം എനിക്ക് എന്നും അതിന് തോന്നുമായിരുന്നെങ്കിൽ ഇത് അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് ഗംഭീര സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും മഴ വരികയാണ്. അപ്പോൾ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്ന നന്ദി.